ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ദ വീഡിയോ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഗോൾഡ് ഫിഷിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എങ്ങനെയാണെന്നാണ്. ഹൗ ടു ഐഡൻറ്റിഫൈ ദ ജെൻഡർ ഓഫ് ഗോൾഡ് ഫിഷ്. ഗോൾഡ് ഫിഷിൻ്റെ ശരീരഘടന നോക്കിയിട്ട് ഇത് മെയിൽ ഏതാ ഫീമെയിൽ ഏതാണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതായത് ഒരേ പ്രായത്തിലുള്ള മെയിലും ഫീമെയിലും കിടക്കുകയാണെങ്കിൽ മെയിൽ അല്പം മെലിഞ്ഞ് നീളമുള്ളതായിരിക്കും, എന്നാൽ ഫീമെയിലാണെങ്കിൽ അല്പം തടിച്ച് ഉരുണ്ടതായിരിക്കും. അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് അതിൻ്റെ വെൻറ്റ് നോക്കിയിട്ടാണ്. അതായത് ഫീമെയിലിൻ്റെ ആണെങ്കിൽ മുട്ടയൊക്കെ ഇടാനായിട്ട് പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വെൻറ്റായിരിക്കും, എന്നാൽ മെയിലിൻ്റെ ആണെങ്കിൽ അത് ശരീരത്തിനോട് ചേർന്ന് ഒരു റൗണ്ട് ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. ഏതൊരു മത്സ്യത്തിൻ്റെയും ബിഹേവിയർ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മെയിൽ ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ വളരെ എളുപ്പമാണ്. ബ്രീഡിങ്ങിന് സമയമായ മീനുകളാണെങ്കിൽ മെയിൽ എപ്പോഴും ഫീമെയിലിനെ ചേസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഈ ചേസിങ്ങിൽ പുറകിൽ വരുന്ന മീൻ ഏതാണോ അതാണ് മെയിൽ, മുൻപിൽ വരുന്നത് ഫീമെയിലുമായിരിക്കും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ മെയിലുകൾ തമ്മിൽ പരസ്പരം അടി കൂടുന്ന സാഹചര്യവും ഉണ്ടാവും. അത് എന്തിനാണ് അവർ ചേസ് ചെയ്യുന്നതെന്ന് നമ്മൾ ശ്രദ്ധിക്കണം. മെയ്റ്റിങ്ങിനാണെങ്കിൽ മാത്രമാണ് ഈ റൂൾ ആപ്ലിക്കബിൾ ആയിട്ടുള്ളൂ. അല്ലാതെ പരസ്പരം അടി കൂടുകയാണെങ്കിൽ ഇത് ആപ്ലിക്കബിൾ അല്ല. അത് മിക്കവാറും രണ്ട് മെയിൽസ് തന്നെയായിരിക്കും. ഗോൾഡ് ഫിഷിൻ്റെ ചെകിളയിലും അതിനോട് ചേർന്ന് വരുന്ന ചിറകിലും താഴത്തേക്കുള്ള ചിറകിലുമുള്ള വൈറ്റ് സ്പോട്ടുകൾ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പിക്കാം അത് ഗോൾഡ് ഫിഷിലെ മെയിൽ ഫിഷാണെന്ന്. ഈ സ്പോട്ടുകൾ ഇല്ലാത്തത് ഫീമെയിൽ ഫിഷുമായിരിക്കും. ഗോൾഡ് ഫിഷിൻ്റെ ചെകിളയുടെ താഴെയുള്ള ചിറക് അത് അല്പം റൗണ്ട് ഷേപ്പിലാണെങ്കിൽ അത് ഫീമെയിലായിരിക്കും. ഇതല്ല അല്പം നീളം കൂടി അതൊരു പോയിൻറ്റഡ് ആയിട്ട് വന്നാണ് എൻഡ് ചെയ്യുന്നത് എങ്കിൽ അത് മെയിൽ ഫിഷുമായിരിക്കും. ഇത് വെള്ളത്തിൽ നല്ലപോലെ ചിറക് വിരിച്ച് കിടക്കുമ്പോൾ വേണം ഇത് നോക്കാനായിട്ട്. അപ്പോൾ മാത്രമേ ഇതിൻ്റെ കറക്റ്റായിട്ടുള്ള ഷേപ്പ് നമുക്ക് മനസ്സിലാവുകയുള്ളൂ. നല്ല എക്സ്പേർട്ടായ ഒരാൾക്ക് മാത്രം ചെയ്യാവുന്ന ഒരു വഴി കൂടിയുണ്ട്. അത് മെയിനായിട്ട് അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവ ബ്രീഡിങ്ങിന് ടൈം ആയോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷെ അതുവഴിയും മെയിൽ ഏതാ ഫീമെയിൽ ഏതാണെന്ന് തിരിച്ചറിയാം. അതായത് നല്ല വലിപ്പമുള്ള ഗോൾഡ് ഫിഷാണ് നമ്മുടെ കയ്യിലെങ്കിൽ ഈ പറഞ്ഞ ഒരു സിംറ്റംസും നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല എങ്കിൽ ഈ ഗോൾഡ് ഫിഷിനെ എടുത്ത് ഒന്ന് മലർത്തി പിടിച്ചിട്ട് അതിൻ്റെ വയറിൽ പതുക്കെ ഒന്ന് തടവുക. അങ്ങനെ തടവി കഴിയുമ്പോൾ അതിൽ നിന്ന് വരുന്നത് നമ്മുടെ പാല് പോലത്തെ ഒരു ദ്രാവകമാണ്, വൈറ്റ് കളർ ദ്രാവകമാണ് എങ്കിൽ അത് മെയിലായിരിക്കും. ഇതല്ല അതിന് പകരം മണി പോലെ ചെറിയ നമ്മുടെ റവയുടെ ഒക്കെ പോലെ കുത്തായിട്ടുള്ള ഇതാണ് വരുന്നതെങ്കിൽ അത് അതിൻ്റെ എഗ്ഗാണ്. അതിടുന്നത് എപ്പോഴും ഫീമെയിലായിരിക്കും. ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പക്ഷേ ഇത് ഒട്ടും എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്ക് റെക്കമെൻഡ് ചെയ്യാവുന്ന ഒരു മെത്തേഡല്ല. കാരണം ഈ പ്രസ്സിൻ്റെ ശക്തി കൂടിപ്പോയി കഴിഞ്ഞാൽ അതിൻ്റെ വയറിലൊക്കെ എന്തെങ്കിലും ഇൻറ്റേർണൽ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളുടെ സാന്നിധ്യത്തിൽ മാത്രം ഇത് ചെയ്തു നോക്കുക. ഈ അവസാനം പറഞ്ഞ മെത്തേഡ് ഇല്ലാതെ തന്നെ ആദ്യം പറഞ്ഞ 5 മെത്തേഡുകൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് വെരിഫൈ ചെയ്താൽ നിങ്ങൾക്ക് മെയിലിനെയും ഫീമെയിലിനെയും ഈസി ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ടൈം.